ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ ലൈറ്ററുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ലൈറ്ററുകളൊക്കെ നമുക്ക് ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് ലൈസോൾ ടിഷ്യൂ പേപ്പറിനകത്തോട്ടാക്കിയിട്ട് നമുക്കൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആ പഴകി തുരുമ്പിച്ച ആ കറയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാടങ്ങ് പോകും. കാരണം ഇത് വർഷങ്ങളായ ലൈറ്ററുകളാണ്. അപ്പോൾ എന്നാലും നമുക്കത് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നമ്മളത് എത്ര നാളാണെങ്കിലും അത് ചീത്തയാവില്ല കേട്ടോ. അതിനകത്തുനിന്ന് നമുക്ക് ലൈറ്റർ ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ കറകളൊക്കെ നമുക്ക് ഇതേപോലെ തുടച്ച് കളഞ്ഞെടുക്കുക. കണ്ടോ, നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. കണ്ടോ, അപ്പോൾ എത്ര വർഷമായാലും നമുക്ക് ആ ലൈറ്റർ ചീത്തയാവില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ എത്ര നാളായെന്നോ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ അത് ലൈറ്ററിനൊരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ആ നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള ആ ഒരു വെള്ളമൊക്കെ വീണിട്ടുള്ള തുരുമ്പാണ് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പെന്ന് പറയാം, നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന കത്രികയൊക്കെ ഉണ്ടല്ലോ, അതും ഇതേപോലെ കണ്ടോ നല്ല രീതിയിൽ തുരുമ്പൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പേസ്റ്റ് എടുക്കുക. ഏത് കളറാണേലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതേപോലെ ഒരു സ്വല്പം മാത്രം മതി നമ്മുടെ കത്തിയിലും കത്രികയിലും ഒക്കെ ഇതേപോലെ നാക്കി കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ടുള്ള വ്യത്യാസമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് ആ തുരുമ്പിൻ്റെ കറയൊക്കെ കുറേ നാൾ പിടിക്കത്തില്ല കേട്ടോ. നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമല്ലോ. അപ്പോൾ എല്ലാ കത്തിയും നമ്മൾ ഉപയോഗിക്കണമെന്നില്ല. ഒന്ന് ഉപയോഗിച്ചിട്ട് മാറ്റിയിട്ട് അതുപോലെ തുരുമ്പിൻ്റെയൊക്കെ കറ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് പോകണമെങ്കിൽ ഇതേപോലെ നമുക്ക് പേസ്റ്റ് ആദ്യം ഒന്ന് തേച്ച് കൊടുക്കുക. എല്ലാത്തിലും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങയോ ഏതാണേലും കുഴപ്പമില്ല, ഒരു പകുതി നാരങ്ങ എടുക്കുക. ഇതിപ്പോൾ ഞാൻ പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉപ്പ് പൊടി തന്നെ വേണം. ഉപ്പ് പൊടിക്കകത്ത് മുക്കിയിട്ട് നമുക്ക് ഈ കത്തിയിലൊക്കെ ഒന്ന് വെച്ച് തേച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ബലം കൊടുത്ത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെച്ച് തേക്കുമ്പം തന്നെ ആ കറയെല്ലാം പോയിട്ട്, തുരുമ്പിൻ്റെ കറയെല്ലാം പോയിട്ട് കത്തി ക്ലീനായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് തുരുമ്പൊന്നുമില്ല. കണ്ടോ, അപ്പോൾ എത്ര നമ്മൾ ഇതേപോലെയൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ ഈ കത്തികളൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടോ, ഇതേപോലെ കത്രിക എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തുള്ള തുരുമ്പിൻ്റെയൊക്കെ കറയുണ്ടെങ്കിൽ അത് പോയി കിട്ടും. എന്നിട്ട് നമുക്ക് കത്രിക ഏതിനകത്താണ് നമ്മൾ മൂർച്ച കൂട്ടുന്നത് ഒന്ന് മൂർച്ച കൂട്ടി വയ്ക്കുക. ഇതേപോലെ ഒന്ന് കറ കളഞ്ഞെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കഴുകി കൊണ്ടുവരാം. അപ്പോൾ കഴുകുമ്പം തന്നെ അതിൻ്റെ ആ ഒരു തിളക്കം കണ്ടോ. അപ്പോൾ കത്തിയുടെയൊക്കെ തിളക്കം മാറാതെ നമുക്ക് വർഷങ്ങളോളം വീണ്ടും ഉപയോഗിക്കാനായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇരുമ്പിൻ്റെ ആണെങ്കിലും സ്റ്റീലിൻ്റെ എല്ലാ കത്തി ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ ടൂത്ത് പേസ്റ്റിൻ്റെ കവറുണ്ടല്ലോ, അത് ഇതേപോലെ നമുക്ക് കുറച്ച് വെള്ളത്തിനകത്തൊന്ന് ചൂടാക്കി എടുക്കാം. തിളപ്പിക്കണമെന്നില്ല, ചെറിയ ചൂട് വെള്ളത്തിനകത്തോട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് തന്നെ ഒത്തിരി പേസ്റ്റ് ഉണ്ട്. നമ്മൾ പേസ്റ്റ് തീർന്നു എന്നും പറഞ്ഞ് കാലിക്കവർ അത് കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനമാണ്. കാരണം ഇതിനകത്തുനിന്ന് നല്ല രീതിയിൽ ആ പേസ്റ്റ് എല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് കണ്ടോ, നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ആ പേസ്റ്റ് എല്ലാം അതിനകത്ത് ഇറങ്ങി കിട്ടും. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിനകത്തോട്ട് ആക്കി ഇതാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊരു സൊല്യൂഷനാക്കാം. ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ പേസ്റ്റ് കുറച്ചെടുക്കുന്നതിനേക്കാളും അധികം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. കാരണം മൊത്തം കവറും അതിനകത്തുനിന്ന് അലിഞ്ഞ് അതിനകത്തുനിന്ന് കിട്ടും കേട്ടോ, ആ വെള്ളത്തിനകത്ത്. ഇനി നമുക്കിതൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ക്ലീനിങ്ങിനൊക്കെ സൂപ്പറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പാത്രങ്ങൾ കഴുകാം, കണ്ണട, അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ എല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് തേച്ച് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഗ്യാസ് അടുപ്പ്, ഇതിപ്പം വീഡിയോ ലെങ്ത് ആകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വളരെ ചുരുക്കി കാണിക്കുകയാണ്. ഇതിപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ, ഇതിപ്പോൾ സ്റ്റീലിൻ്റെ ഗ്യാസ് അടുപ്പാണെങ്കിലും നമുക്ക് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ അത് സ്റ്റീൽ അടുപ്പാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും.
ഇതിപ്പോൾ സ്പോഞ്ചിനകത്ത് ആ ഒരു വെള്ളം മുക്കിയിട്ട് കുറച്ച് മാത്രം മതിയാവും കേട്ടോ, അത്രയൊന്നും ആവശ്യമില്ല. ഇവിടെ തേച്ചപ്പോൾ തന്നെ അതിനകത്തുള്ള ആ കറയും അഴുക്കും എല്ലാം പോയിട്ട് ഗ്യാസ് അടുപ്പ് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പഴയ തുണി വെച്ചൊന്ന് തുടച്ചതിന് ശേഷം തുണി നനച്ച് തുടച്ചെടുക്കുക. അപ്പം ഇനി നിങ്ങൾ ഇതുപോലെ തീർന്ന പേസ്റ്റിൻ്റെ കവറൊന്നും വെറുതെ കളയണ്ട, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ലൈസോൾ ഒഴിക്കുകയാണെങ്കിൽ നമുക്കിതിന് പല്ലി, പാറ്റ, എലി വരുന്ന സ്ഥലത്തെല്ലാം ഇതൊഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ കിച്ചൺ സിങ്ക്, വാഷ് ബേസിൻ ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും പറ്റും. അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികൾ, പാറ്റ കുഞ്ഞുങ്ങളോ ഒക്കെ ചത്തുപോകും കേട്ടോ. അതിനകത്തു നിന്നുള്ളൊരു ബാഡ് സ്മെല്ല് ഇല്ലാതാകും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുക. ഇതിൽ വരുന്ന പൊത്തിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ വാഷ് ബേസിൻ നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാം. കാരണം ഇതിനകത്ത് ബേക്കിംഗ് പൗഡറും കോൾഗേറ്റും ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു സ്മെല്ല് എലിക്കും പല്ലിക്കും പാറ്റയ്ക്കും ഒന്നും ഇഷ്ടമല്ല. കാരണം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ആ പേസ്റ്റിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ലൈസോളും അതേപോലെ ബേക്കിംഗ് പൗഡറും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്ലവറിനകത്തും അതേപോലെ ഫ്രെയിം ഇരിക്കുന്ന ഭാഗത്തും എല്ലാം പല്ലിയൊക്കെ വന്നിരിക്കുമല്ലോ, അതേപോലെ തന്നെ വാഷ് ബേസിൻ നമുക്ക് ഇത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് കണ്ടോ കഴുകിയെടുക്കാൻ പറ്റിയതാണ്. അതുപോലെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും, വെച്ചിരുന്നാൽ ചീത്തയാവില്ല. നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ പാത്രം കഴുകുന്നതിന് വേണ്ടിയിട്ട് ആണേലും അതുപോലെ സിങ്ക് കഴുകാൻ ആണേലും ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ജനലിൻ്റെ ഭാഗത്ത് ഇതേപോലെ കറകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭിത്തി ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ കറയുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ബ്രഷ് വെച്ച് ഒന്ന് തേച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതെല്ലാം ഇളകി കിട്ടും കേട്ടോ. എന്നിട്ട് നനഞ്ഞ തുണി വെച്ചൊന്ന് തുടക്കുകയാണെങ്കിൽ ക്ലീനായിട്ട് കിട്ടും. ഉണ്ടോ, എത്ര കറയുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നിസ്സാരമായ സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ കെമിക്കലും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് കടയിൽ നിന്ന് പൈസ കളയേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ദാ എലി വരുന്ന ഭാഗത്ത് ഒക്കെ ഒഴിച്ചു കൊടുക്കുക, കിച്ചണിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.